നമസ്കാരം സർ. നമസ്കാരം. വരണം. ഇരിക്കൂ. എന്താ മിസ്റ്റർ രാജൻ, നിങ്ങളുടെ വലിയ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഓർമ്മയില്ലേ? എന്താണ് സാർ അങ്ങനെ ചോദിച്ചത്? നിങ്ങളുടെ നടപടി കാണുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ കേസിനെ പറ്റിയോ എന്നെ പറ്റിയോ നിങ്ങൾ തീരെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം സാർ? പറയാം. ഈ കേസ് വേറെ വല്ലവർക്കും വക്കാലത്ത് കൊടുക്കണം. അയ്യോ, അങ്ങനെ പറയരുത് സാർ. സാറിനെ വിശ്വസിച്ചാണ് ഞാൻ കഴിയുന്നത്. നിങ്ങളെ എനിക്ക് വിശ്വാസമില്ലല്ലോ. എന്നെ വിശ്വസിക്കണം സാർ, പ്ലീസ്. കേട്ടോ മിസ്റ്റർ രാജൻ, മോക്ഷത്തിന് വേണ്ടിയല്ല ഞാൻ ഈ വക്കീൽ പണി ചെയ്യുന്നത്. ആരുടെ ഔദാര്യത്തിന് വേണ്ടിയല്ല കോടതിയിൽ ചെന്ന് കണ്ടക്ഷോഭം ചെയ്ത് എന്റെ ഒച്ചയടയുന്നത്. എനിക്കും എന്റെ കുടുംബത്തിനും ജീവിക്കണം. എനിക്ക് ശരിയായ ഫീസ് കിട്ടണം. ഇങ്ങനെ മിണ്ടാതിരുന്നാ പറ്റൂല. ഒരു വക്കീലിന് പണം കിട്ടും തോറും പോയിന്റ്സ് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കേസാണെങ്കിൽ ഒരു കുനിഷ്ട് പിടിച്ച കേസ്. എതിർഭാഗം വെരി വെരി സ്ട്രോങ്. ഇതിനിടയിൽ എന്റെ തലച്ചോറാണ് ചൂടാവുന്നത്. ഇങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ട് സാധ്യമല്ല മിസ്റ്റർ രാജൻ. സാർ, എങ്ങനെയെങ്കിലും അടുത്ത അവധിക്ക് മുമ്പ് ഞാൻ പണം ഉണ്ടാക്കി തരാം. ശരി, അടുത്ത അവധിക്ക് മുമ്പ് പണം കൊണ്ട് തരാത്ത പക്ഷം നിങ്ങളുടെ കേസിന്റെ അന്ന് ഞാൻ അവധി എടുക്കും. മനസ്സിലായോ? ശരി സാർ, ഞാൻ വരട്ടെ. നമസ്കാരം. നമസ്കാരം. സാർ, അയാളുടെ കേസ് അത്രയ്ക്ക് വീക്കാണോ സാർ? അയാളെ കേസല്ല വീക്ക്, പേഴ്സാണ് വീക്ക്. പിന്നെ സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അങ്ങനെയൊക്കെ പറഞ്ഞാലേ കാര്യം നടക്കുള്ളൂ. കട്ടോ മോഷ്ടിച്ചോ എവിടുന്നെങ്കിലും നമുക്ക് പണം കൊണ്ട് തരുള്ളൂ. മനസ്സിലായോ? ഇപ്പോഴല്ലേ പിടികിട്ടിയോളൂ സാർ.